എൻ്റെ പുതിയ ഉണക്കിയ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 975 സബ്സ്ക്രൈബറിലോട്ടായിരിക്കുകയാണ്. ഇനി 25 സബ്സ്ക്രൈബറുടെ മതി നമുക്ക് 1000 സബ്സ്ക്രൈബ് തികയാൻ. കാരണം യൂട്യൂബിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് നമ്മൾ കടക്കാൻ പോവുകയാണ്. ആ വിവരം ഞാൻ സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുകയാണ്. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പയറിൻ്റെ ഇത് കിഴികെട്ടി വെച്ചിരുന്നു. അവൻ കിളുത്ത് കണ്ട. അപ്പോൾ അവനെ നടാൻ പോവാം. നല്ല ഈ വയലറ്റ് പയർ. അപ്പോൾ അത് കിഴികെട്ടി വെച്ചാണ്. അത് കിളുത്ത് മറ്റേതവിടെ എവിടെയെങ്കിലും വെക്കും. ഇതിനകത്തോട്ട് 2 എണ്ണം നടും. താത്തി നടണം. വേര് താഴെ പോകണം. വേരാണത്, അല്ല ഇതല്ല. വലിച്ചിടങ്ങുണ്ട്. താഴത്തോട്ട് പോകണം. 2 എണ്ണം നടും. പച്ച മറ്റേക്കെ എടുത്ത് കള. വേരാണ്. പോട്ടെ, താന്ന് പോട്ടെ. അത് പോരാ. എടി വേരാണത്. നീ താത്തി അങ്ങോട്ട് പോട്ടെ. നീ അങ്ങനെ നമ്മൾ താഴെ പോട്ടെ. വേണ്ടെന്ന്. അത് മണ്ണിച്ചിരി കൂടെ ഇട്ടോ. എൻ്റെ പുറത്ത് മണ്ണിട്ടോ. അതിൽ മറ്റേതിലും മണ്ണിട്ടോ. പച്ചയിലൊക്കെ പറിച്ചു കള. ആ പച്ചയില പറിച്ചു കള. അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരുന്നു. അവിടെ ഇരുന്നോട്ടെ. എടുത്തിട്ട് നോക്കാം. അത് അതിനകത്തുണ്ട്. അത് പറിച്ചു കള. അത് മാറ്റാം. അത് വേണ്ട. പിടി. ഞാൻ പറയാം. പിടി. അവിടെ ഒന്നുമില്ല. ഭംഗിയോ. ഇവിടെ ഇടക്കിടക്ക് അങ്ങോട്ട് കുത്തി കളക്കിയിട്ട് അങ്ങോട്ട് ഞാൻ വേണം കുത്തി കളക്കാം. അത് പിടി. തക്കാളി. അത് കിളുത്ത് അത് ഉടൽ വന്നാലും വെച്ചായിരിക്കും. ആയിരിക്കും എന്ന് ഞാൻ പറയുക. എനിക്ക് ഓർമ്മയില്ല. അതായിരിക്കും എന്ന് ഞാൻ പറയുക. വീഡിയോ അല്ല എടുക്കുന്നത്. ഇവിടെ 2 എണ്ണം, ഇവിടെ ഒരു 3 എണ്ണം, അപ്പുറത്ത് 1 എണ്ണം. പടപട വെച്ചോ. വീഡിയോ നിർത്തിയത്. ആ ചവറ് മാറ്റിയിട്ടാണേ. ആ കരിയിലിച്ചിരി മാറ്റിയിട്ട് എടുത്ത് മാറ്റിയിട്ട് താത്തി മാക്സിമം താത്തി വെക്കുക. താഴെ പോട്ടെ. എല്ലാം അവിടെ താഴത്തു നിന്നാണ് പെട്ടി കുളച്ച് മേലോട്ട് വരുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കുരുവും താഴെ പോയിക്കോട്ടെ. ചുക്കിലെ വാങ്ങി നട്ട് മാറ്റി. നമ്മുടെ കുമ്പളം, നെയ്ക്കുമ്പളം, ഇത് നാടനാണ്. പൊങ്ങി വരുന്നുണ്ട്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നാ ഒരു നാടൻ കുമ്പളം. അത് പൊങ്ങി വരുന്നുണ്ട്. ഇത് നമ്മൾ നാടൻ തന്നെയാണ്. ഇത് കടയിൽ നിന്ന് നമ്മൾ വിത്ത് വാങ്ങിച്ചത്. താത്തി വെക്ക്. മണ്ണിനടി പോയിക്കോട്ടെ. അതിൻ്റെ ഇതും പോയിക്കോട്ടെ. അല്ല, അതും പോയിക്കോട്ടെ. അല്ല, കുരുവും പോയിക്കോട്ടെ. ഇത് മണ്ണ് മുകളിൽ ഇട്ടു. നട്ടിട്ടങ്ങോട്ട് ഇരുന്നേക്കണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കൊണാണോ വെച്ചിട്ട് കാര്യം. അപ്പുറത്ത് എല്ലാം കേൾക്കും. അതിനകത്ത് എല്ലാം കേൾക്കത്തില്ല.
നീ പറയുന്ന പോലെ ചെയ്യും. താത്തി നടാൻ എത്ര താന്ന് പൊയ്ക്കോട്ടെ, ആ മണ്ണിനടി പൊയ്ക്കോട്ടെ. ആ മണ്ണടി പൊയ്ക്കോട്ടെ, അത് വേറാണ്. അങ്ങനെ പോട്ടെ പോട്ടെ, അങ്ങനെ തന്നെ. ഇവിടെ ഇങ്ങനെ നീക്കുന്നുണ്ട്. ഒറ്റ കുഴപ്പമില്ല. എന്ത് എന്ത് അവിടെ 3 എണ്ണം ഇച്ചിരി നീക്കി കണ്ടോ, എൻ്റെ ചോട്ടി കൊണ്ട് കണ്ടത്. നടുക്ക് തന്നെ ആദ്യമേ കുഴിയെടുക്കല്ലേ, ആദ്യമേ സൈഡിലിടുക, അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തിടും. അങ്ങോട്ട് ഇട്ടാൽ മതി. അമർത്തല്ലേ, പിന്നെ അത് കിളുത്ത് വരട്ടെ. മണ്ണ് അമർത്തി കൂട്ടല്ലേ, ലൂസായിട്ട് കിടക്കണം. അങ്ങനെയാണ്, അത് തന്നെ. പിടി ഇതിനകത്തൊരു വീഡിയോ എടുക്കുക. നീ അത് എൻ്റെ അതും തന്നെ ചുമ്മാ അതിനകത്തൊരു 3 എണ്ണം. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇട്ട് നട്ടാൽ മതിയല്ലോ, എളുപ്പമാണല്ലോ. നിങ്ങൾ തന്നെ ചെയ്യും. നീ ഇതേ ഉള്ളൂ, അത് 4 എണ്ണം ഉള്ളൂ. അത് ഇങ്ങോട്ട് കിളക്കട്ടെ. അതെനിക്കറിയാം. ഞാൻ അതിൻ്റെ വേര് താഴെയും തലമേളിലും ആക്കിയാണ് ചെയ്യുന്നത്. ഇത് ചുമ്മാ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇന്നാ 2 എണ്ണം കൊണ്ടിരുന്ന ഇട്ടേര്. പട്ടി കുടിക്കുന്ന വെള്ളമാണ്. 5-6 വെറുതെ ഒരു 10 പയറിനെ വിറ്റിട്ടിരുന്നു, അതെല്ലാം കിളുത്ത്. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇനി ഇതേയുള്ള വിശേഷം, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ്. അതാണ് ഒന്ന് ഡോക്ടറിനെ കാണാതായിരുന്നു, സുഖമില്ലാത്തതല്ല. അപ്പോൾ പോയി കണ്ടു. നമ്മുടെ ചാക്കിലെ മധുരക്കിഴങ്ങ് ആടിപൊളിയായിട്ട് കിളുക്കുന്നുണ്ട്. കണ്ട, ആടിപ്പൊളിയായിട്ട് കിളുക്കുന്നുണ്ട് ചാക്കിലെ മധുരക്കിഴങ്ങ്. അല്ലാതെ പിന്നെ മധുരക്കിഴങ്ങ് ഇവിടെ നിൽപ്പുണ്ട്. അവിടെ മത്തന് പൂവ്, ഇവിടെ മത്തൻ പൂവിട്ടെന്ന് പറഞ്ഞു. ഇവിടെ ബാക്കിയില്ല വൈഫ്. ഇത്രയും തോരൻ കിട്ടി. ഈ മഴയത്ത് നമുക്ക് ഇത്രയും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും തോരൻ കിട്ടി. ഇത് നമ്മളിന്ന് ഉപ്പേരിയ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടിയ അല്ലെങ്കിൽ തോരന എന്തെങ്കിലും ഉണ്ടാക്കാം. ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കാം. ഇത്രയും തോരൻ. ആ വീഡിയോ ഓണാക്കിയില്ല, കാഴ്ച പറഞ്ഞിട്ട് കാര്യം. കുറച്ച് നമ്മുടെ സുന്ദരി ചീരയുടെ വിത്തുകൾ എടുത്ത് വെച്ചതാണ്. കുറേ എടുത്ത് മാറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്നത് എടുത്ത് നോക്കിയില്ല. കുറച്ച് ദിവസമായത് നമ്മൾ ഉണക്കി വെച്ചതാണ്. നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടാകും നോക്കാം. ഇച്ചിരി ഉള്ളത് മതി, നമ്മൾ വേറെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ.
വേണ്ട കുറച്ചിൻ്റെ അടി വരുന്നുണ്ട് ദേ ഉണ്ട്. ഇത് വാരി കളയട്ടെ ഇങ്ങനെ ഞരടി എടുത്തിട്ട് അതിനകത്ത് കാണും. അതിനകത്ത് കാണും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യും. അത് ഞരടി അതിനകത്തെല്ലാം കിട്ടി. അതിനകത്ത് വേണമെങ്കിൽ ഇനി അവിടെ കിടന്ന് കിട്ടുള്ളൂ. അങ്ങോട്ട് ഇതാ അതിൻ്റെ തടത്തിലിട്ടോ. അതിൻ്റെ തടത്തില്ല, അതിൻ്റെ മറ്റേ നമ്മുടെ പടവലത്തിൻ്റെയും ആവില്ല. ആ വിത്ത് പോകാതെ എടുക്കണേ മാക്സിമം. വിത്ത് കിട്ടുന്നത്ര എടുത്തോ. കിട്ടിയോ? കൊണ്ടുപോ. വെച്ച് ഇത്രയും വിത്ത് കിട്ടി. കുറേ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തുറന്ന് കാണിച്ചു, തുറന്ന് കാണിച്ചു. ഓരോ ട്രിപ്പ് നമ്മൾ നേരത്തെ കുറേ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കുറേ വിത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇത്ര ഇവിടെ കിട്ടി. ഇത് സുന്ദരി ചീരയുടെ വിത്തുകളാണ്. ഇനി അടുത്ത സീസണിൽ നടാം. ഇത്രയും വിത്ത് കിട്ടി ഇതിനകത്തത്. അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചായി മറ്റേലോട്ടെ. അതൊക്കെ പോട്ടെ. മൂട് എന്നിട്ട് നന്നായിട്ട് രണ്ട് തട്ട് നിറച്ചുണ്ട് പിടിച്ച്. അപ്പോൾ 2-3 ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ സമയം കിട്ടില്ല, മഴയൊക്കെ അല്ലേ, അപ്പാട് ദിവസം. അപ്പോൾ കുറച്ച് സുന്ദരിച്ച് വരുടെ വിത്ത് നമ്മൾ നേരത്തെ ഉണക്കാൻ വെച്ചിരുന്നതാണ്. വെയിലില്ലാത്ത കാരണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഉണക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്നാണ് എടുത്തത്. അപ്പം ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ നമ്മൾ 1000 സബ്സ്ക്രൈബറിലോട്ട് വരികയാണ്. 1000 സബ്സ്ക്രൈബറിന് ഇനി 14 പേരൂടെ വരും. 14 സബ്സ്ക്രൈബറുകൂടെ ആകുമ്പോൾ 1000 സബ്ബാവും. നമ്മളത് കേക്ക് കുറച്ച് ആഘോഷിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടുതരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു 14 സബ്ബ് കൂടെ എനിക്ക് പെട്ടെന്ന് തരിക. കണ്ടവർ തീർത്തവർ ഒരു 14 സബ്ബ് കൂടെ എനിക്ക് തരിക. 1000 ആക്കി തരിക പറഞ്ഞുകൊണ്ട് എല്ലാം ഇവിടം വരെ എത്തിച്ച നിങ്ങളെയാണ്. നിങ്ങൾ കാരണം കൊണ്ടാണ് ഇവിടം വരെ എത്തിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ ബൈ.